എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മാർച്ച് 1 വെള്ളിയാഴ്ച അവസാനിച്ച ആഴ്ച ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരാഴ്ചയായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾ, യൂറോപ്യൻ മാർക്കറ്റുകൾ, ഏഷ്യൻ മാർക്കറ്റുകൾ, ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത ഒരാഴ്ച കൂടിയായിരുന്നു ഈ ആഴ്ച. നമ്മൾ വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റുകളൊന്ന് കൺസിഡർ ചെയ്യാം. അമേരിക്കൻ മാർക്കറ്റുകൾ ഡൗ ജോൺസ് ഇൻഡെക്സ് ഒഴികെ S&P 500, നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സ്, നാസ്ഡാക്ക് 100 ഇൻഡെക്സ്, ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 23 ഫെബ്രുവരി ക്ലോസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും അമേരിക്കയിൽ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ആഴ്ച ഡൗ ജോൺസ് മാത്രമാണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാതിരുന്നിട്ടുള്ളത്. മറ്റെല്ലാ ഇൻഡെക്സുകളും റെക്കോർഡ് ഹൈ ആണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റസൽ 2000 ഒഴികെ. അതോടൊപ്പം തന്നെ നമ്മൾ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾ തന്നെയാണ് ഈ ആഴ്ചയും വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ളത്. NVIDIA, ബ്രോഡ്കോം, AMD ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് വെള്ളിയാഴ്ച. ഒപ്പം മെറ്റാ പ്ലാറ്റ്ഫോം, ആമസോൺ തുടങ്ങിയ കമ്പനികളും റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ആഴ്ച പല ന്യൂസ് ഫ്ലോസും ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസും ഒക്കെ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് വന്നിരുന്നു. അത് കൺസ്യൂമർ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഒരു ഇൻഡിക്കേറ്ററാണ്. ആ ഇൻഡിക്കേറ്റർ ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫെഡറൽ റിസർവ് മാർച്ച് 19, 20 തീയതികളിൽ നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ ഡാറ്റ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മുമ്പ് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന ഒരു ഡിസിഷനൊക്കെ വന്നേക്കാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ ഈ ആഴ്ച അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളുടെ റാലിയും കൂടി അമേരിക്കൻ മാർക്കറ്റിൽ വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം US ടെക്നോളജി ഫണ്ടുകളിലേക്കും വലിയ രീതിയിലുള്ള ഇൻഫ്ലോ തന്നെയാണ് ഈ ആഴ്ചയും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് നമുക്ക് പല കോണുകളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക പോലുള്ള റിസർച്ച് ഔട്ട്ഫിറ്റുകളൊക്കെ പറയുന്നത് S&P 500 മിക്കവാറും 5400 ലെവലിലായിരിക്കാം ഈ വർഷം അവസാനിക്കുമ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ അത് ട്രേഡിംഗ് നടക്കുന്ന 5137 റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് വീണ്ടും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ വർഷവും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബാങ്ക് ഓഫ് അമേരിക്ക പോലുള്ള റിസർച്ച് ഔട്ട്ഫിറ്റുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ഡാറ്റകളൊക്കെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ, ജർമ്മനി, അതുപോലെ തന്നെ പല മാർക്കറ്റുകളും റെക്കോർഡ് ഹൈ തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഓസ്ട്രേലിയ, അതുപോലെ തന്നെ നിക്കായ്, ജാപ്പനീസ് നിക്കയൊക്കെ പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് നിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജാപ്പനീസ് നിക്കായ് 225 40,000 പുതിയ റെക്കോർഡ് ഹൈ ആണ് വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രോമിസിംഗ് ആണ്. ജാപ്പനീസ് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 1.2 ടൈംസ് പ്രൈസ് ടു ബുക്ക് വാല്യൂവിലാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ താഴെയാണ് മറ്റ് കമ്പയറബിൾ മാർക്കറ്റുകളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും ജാപ്പനീസ് മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് കാണുന്നത്. ഇനി നമ്മൾ കമോഡിറ്റി രംഗം നോക്കുകയാണെങ്കിൽ ഗോൾഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ $50 മുകളിലാണ്. $291.6 per ounceനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് 23 ഫെബ്രുവരിയിൽ ക്ലോസ് ചെയ്തത് $240.5 per ounceനാണ്. അപ്പോൾ വലിയൊരു ഗെയിനാണ് ഗോൾഡിലും ഉണ്ടായിരിക്കുന്നത്. അത് മേജറായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി ഗോൾഡാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വരുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഗോൾഡ് വലിയ രീതിയിൽ മുന്നേറുന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. ചൈനീസ് പീപ്പിൾ
വലിയ രീതിയിൽ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഒപ്പം ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളും ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഗോൾഡ് മുന്നേറാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, നമ്മൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് $3 മേലെയാണ്. 23 ഫെബ്രുവരി $80.5 പെർ ബാരലായിരുന്നു. വെള്ളിയാഴ്ച $83.46 പെർ ബാരലാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് എക്കണോമി റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിന് വലിയ ബെനിഫിറ്റാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ചൈനയും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. വെള്ളിയാഴ്ച ക്രൂഡ് ഓയിൽ പ്രൈസ് ഹയർ ക്ലോസ് ചെയ്തത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിലാണ്. അതോടൊപ്പം തന്നെ മെറ്റൽ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതും ചൈനയിൽ നിന്ന് വരുന്ന ഇൻഡിക്കേഷൻ തന്നെയാണ്. ചൈനീസ് ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ ചൈനീസ് റെഗുലേറ്റേഴ്സൊക്കെ ധാരാളം മെഷേഴ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് എക്കണോമി പ്രോപ്പപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രോപ്പപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അതിൻ്റെ ഇനീഷ്യൽ ഗെയിൻസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും ഒരു പക്ഷേ ലോവർ വാല്യുവേഷനിൽ നിന്ന് ചൈനീസ് മാർക്കറ്റും റിക്കവർ ചെയ്യുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് വീണ്ടും വലിയ രീതിയിലുള്ള മെറ്റൽ റാലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലും ഇതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി നമ്മുടെ ഡൊമസ്റ്റിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ച് 6 ദിവസം ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് 2 അവേഴ്സ് ട്രേഡിംഗ് ഉണ്ടായിരുന്നു. NSEയുടെയും BSEയുടെയും ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് ഉള്ള ട്രേഡിംഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്തത് റെക്കോർഡ് ഹൈൽ തന്നെയാണ്. വെള്ളിയാഴ്ചയ്ക്ക് പുറമെ ഇന്നും നമ്മൾ റെക്കോർഡ് ഹൈയിലാണ് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഒരു കണ്ടിന്യൂവേഷനാണ്. നമ്മുടെ Q3 GDP അനൗൺസ് ചെയ്തിരുന്നു. Q3 GDP അനൗൺസ് ചെയ്തത് മച്ച് ഹയർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതിൻ്റെ ഒരു ജൂബിലൻ്റ് സെലിബ്രേഷനാണ് വെള്ളിയാഴ്ചയും ഇന്നൊക്കെ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. അറൗണ്ട് 2% നിഫ്റ്റിയും സെൻസസൊക്കെ ഹയർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ പല സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിട്ടും കൂടിയാണ് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ന്യൂസ് ഫ്ലോസൊക്കെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യുവേഷൻ ഇന്ന് $4.75 ട്രില്യൺ ആയി ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വാറൻ ബഫറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, മാർക്കറ്റ് ക്യാപ് ടു GDP. ആ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അറൗണ്ട് 130 ആണ് നമ്മുടെ മാർക്കറ്റ് ക്യാപ് ടു GDP നിൽക്കുന്നത്. അത് ഓവർ വാല്യൂഡാണ്. വാറൻ ബഫറ്റിൻ്റെ ആ ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ GDPയും അതിനനുസരിച്ച് ഉയരുന്നുണ്ട് എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. GDP ഫിഗർ വന്നതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് റേഷ്യോ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ ഇത്രയും ഹയർ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ ഡെമോഗ്രാഫിക് പിക്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലോസ് ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ റാലി അതും പോസിറ്റീവായിട്ട് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെയാണ്. എന്നിരുന്നാലും വാല്യുവേഷൻ വളരെ ഹൈ ഒക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസൊക്കെ പോസിറ്റീവാണ്. ഗവൺമെൻറ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ കാൽക്കുലേഷൻ മെത്തഡോളജിയൊക്കെ മാറ്റം വരുത്താൻ പോവാന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ആ മാറ്റം വരുത്തലിന് ശേഷം മാർക്കറ്റിലുണ്ടാവാം. പല സെക്ടറുകളിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, പല സെക്ടറുകളിലൊക്കെ ചെറുതായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഗവൺമെൻറ് അനൗൺസ്മെൻറ്റിന് ശേഷം മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസർച്ച് ഡാറ്റ വന്നിരിക്കുന്ന നൈറ്റ് ഫ്രാങ്ക് വെൽത്ത് റിപ്പോർട്ട് 2024 ആണ്. പൊതുവെ റിയൽ എസ്റ്റേറ്റും അതുപോലെ ലക്ഷറി റിലേറ്റഡ് ഐറ്റത്തിനെ സംബന്ധിച്ചുള്ളൊരു ഡാറ്റയാണ്, റിസർച്ച് റിപ്പോർട്ടാണ്. അവർ പറയുന്നത് ഇന്ത്യയിലത്തെ അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് $30 മില്യൺ മുകളിൽ നെറ്റ്വർത്തുള്ള ഇൻഡിവിജ്വൽസ് 32% അസറ്റും യൂസ് ചെയ്യുന്നത്
ലക്ഷറി പ്രോപ്പർട്ടികൾ വാങ്ങാനായിട്ടാണെന്നാണ് പറയുന്നത്. ഇതുവരെ വാങ്ങിയിട്ടുള്ളതും അങ്ങനെയാണ്. അതുപോലെ തന്നെ അടുത്ത വർഷവും 12% അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും ലക്ഷറി പ്രോപ്പർട്ടി വാങ്ങുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് 14% അലോക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ലക്ഷറി പ്രോപ്പർട്ടീസൊക്കെ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പൊതുവെ ഇന്ത്യയിലത്തെ ലക്ഷറി റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിന് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് DLF, ഒബറോയ് റിയാലിറ്റി, ഗോദ്രേജ് പ്രോപ്പർട്ടി, ശോഭ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന മുംബൈയുടെ റാങ്കിങ് നൈറ്റ് റാങ്കിൻ്റെ പ്രൈം ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ ഇൻഡെക്സിൽ വളരെയധികം കൂടിയിരിക്കുകയാണ്. 8 മുംബൈയുടെ റാങ്ക്. ഇപ്പോൾ ദുബായൊക്കെ റാങ്കിങ്ങിലേക്ക് പുറകിലേക്ക് പോയിരിക്കുകയാണ്. ദുബായിയുടെ റാങ്കിങ് 16. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവാണ്. ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡും പ്രൈസ് അപ്രീസിയേഷനും ഒക്കെ മുംബൈയിലാണ് നടക്കുന്ന റിപ്പോർട്ടുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒപ്പം ഡൽഹി, ബാംഗ്ലൂർ ഈ സിറ്റികളും നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം മറ്റൊരു റിപ്പോർട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17% അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും ലക്ഷറി കളക്റ്റബിൾസും കൂടി വാങ്ങുകയാണ്. വാച്ചുകൾ, അതുപോലെ തന്നെ ജ്വല്ലറികൾ. അപ്പോൾ ഈ ന്യൂസുകൾ ജ്വല്ലറി ഷെയർസിന് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് കല്യാൺ, ടൈറ്റാൻ ഇത്തരത്തിലുള്ള ജ്വല്ലറികളെ സംബന്ധിച്ച് പോസിറ്റീവ്. അതോടൊപ്പം തന്നെ എത്തോസ് പോലുള്ള യൂസ്ഡ് ലക്ഷറി വാച്ചുകൾ വിൽക്കുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത് പോസിറ്റീവാണ്. എത്തോസും കല്യാണൊക്കെ നമ്മുടെ ടോപ്പ് പിക്കുകളാണ്. നല്ല രീതിയിലുള്ള അപ്രീസിയേഷനാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റമൊക്കെ ഒരു പക്ഷേ ഈ സ്റ്റോക്കുകൾ കാണാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഗെയിൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇനി അനൗൺസ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതും വരാനുള്ളതൊക്കെ ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷൻ ഫസ്റ്റ് ട്രാൻജയുടെ ബിഡിങ്ങിൻ്റെ റിസൾട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ പുറത്ത് വിടാം. അപ്പോൾ വേദാന്ത, അതുപോലെ തന്നെ കോൾ ഇന്ത്യ, നെയ്വേലി ലിഗ്നൈറ്റ് ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ബിഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതാത് സ്റ്റോക്കുകളിലൊക്കെ അതിൻ്റേതായ ഇമ്പാക്റ്റുകൾ കാണാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അതിനനുസരിച്ച് ആ സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ ഒരു അപ്രീസിയേഷൻ കാണാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ അനൗൺസ്മെൻറ്റുകൾ വന്നേക്കാം. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇലക്ട്രോലൈസർ ബിഡിങ്ങിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. അഡാനി എൻ്റർപ്രൈസ്, റിലയൻസ്, LNTക്കൊക്കെയാണ്. ഒപ്പം ഡിഫൻസ് ഓർഡേഴ്സ് ധാരാളം വീണ്ടും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. മെജോറിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന LNT സബ്സിഡിയറികൾക്കൊക്കെയാണ്. അതും വളരെ പോസിറ്റീവാണ്. അത് കഴിഞ്ഞാൽ HILനും ഭാരത് ഇലക്ട്രോണിക്സിലൊക്കെയാണ് ഈ ഓർഡേഴ്സൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസുകളും നമ്മളെ സംബന്ധിച്ച് പല സെക്ടേഴ്സിനും വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത് ഒന്ന് എലക്ഷൻ ഡേറ്റ് ഡിക്ലറേഷനാണ്. ഓൾറെഡി NDA അവരുടെ ആദ്യത്തെ കാൻഡിഡേറ്റ് ലിസ്റ്റൊക്കെ ഒന്ന് പുറത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരു പക്ഷേ എലക്ഷൻ ഡേറ്റ് ഡിക്ലറേഷനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റ് പ്രീ എലക്ഷൻ റാലിയൊക്കെ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇപ്പോഴത്തെ നമ്മുടെ വാല്യുവേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അപ്രീസിയേഷൻ വാല്യുവേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ പല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അത്തരത്തിലുള്ള പല അനൗൺസ്മെൻറ്റുകളും ഒരു പക്ഷേ ഇലക്ഷന് മുമ്പ്, ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാം. പല സെക്ടറുകളെയും പോസിറ്റീവായിട്ട് ബാധിക്കുന്ന പല അനൗൺസ്മെൻറ്റും ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷനും മൂവ്മെൻറ്റൊക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം വാല്യുവേഷൻ ഹൈ ആയ കാരണം നമ്മളെ സംബന്ധിച്ച് നല്ലൊരു വോളാറ്റിലിറ്റി ഒക്കെ നമുക്ക് ഇതിൻ്റെ അനൗൺസ്മെൻറ്റൊപ്പൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ രംഗത്ത് ഗവൺമെൻറ് ഡിസിഷനാണ്. 3 കമ്പനികൾക്കാണ് സെമി കണ്ടക്ടർ പ്രൊജക്റ്റുകൾക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. 2 ടാറ്റാസിനാണ്. ഒന്ന് ആസാമിൽ, ഒന്ന് ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ മൂന്നാമത് CG പവറിനാണ്. CG പവറിന് മൂന്നാമത്തെ ഗുജറാത്തിലാണ് ആ പ്ലാന്റ് വരുന്നത്. റെനേസാസ്
ഇലക്ട്രോണിക്സ് ജപ്പാനായിട്ടുള്ളൊരു ടൈപ്പാണ്. അതോടൊപ്പം തന്നെ സ്റ്റാർസ് മൈക്രോ ഇലക്ട്രോണിക്സ് തായ്ലൻഡും ഉണ്ട് ഈ ജോയിൻറ്റ് വെഞ്ചറിൽ. ഈ ജോയിൻറ്റ് വെഞ്ചറിൽ 92.3% CG പവറാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ CG പവറാണ് ലിസ്റ്റഡ് സ്പേസിൽ ഈ കഴിഞ്ഞ അനൗൺസ്മെൻറ്റുകളിൽ ഗവൺമെൻറ് അനൗൺസ്മെൻറ്റുകളിൽ നിന്നുള്ള ലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനി CG പവറാണ്. നമ്മുടെ ദീപാവലി പിക്കും അതുപോലെ തന്നെ നമ്മുടെ 2020 ടോപ്പിക്കായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ 2024 ടോപ്പിക്കുള്ള ഒന്നാണ് നമ്മുടെ CG പവർ. CG പവറിന് 9 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. പുറമെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ മുരുകപ്പ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയും കൂടിയാണ് ഇപ്പോൾ CG പവർ. 2020 നവംബറിലാണ് ഇത് മുരുകപ്പ ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ സിസ്റ്റംസും അതുപോലെ തന്നെ പവർ സിസ്റ്റംസും ഒക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. റെയിൽവേസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ധാരാളം കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. 2 രൂപയാണ് ഫേസ് വാല്യൂ. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ആണ്. 24.22 കാരണം ടേക്ക് ഓവർ ചെയ്യുന്ന ശേഷം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PE റേഷ്യോ നോക്കുകയാണെങ്കിലും 72.96 കാരണം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പല ക്ലയൻറ്റുകളും 2020 വാങ്ങിയിട്ടുള്ള CG പവർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ അക്വിസിഷൻ പ്രൈസ് 8 രൂപയ്ക്ക് താഴെയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 476. അപ്പോൾ ഈ 476 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് വീണ്ടും മുന്നേറിയേക്കാം. കാരണം ഈ സെമി കണ്ടക്ടർ എൻട്രി വളരെ പോസിറ്റീവാണ്. ഇന്ത്യയിൽ വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ഡിസിഷനാണ് ഗവൺമെൻറ്. സെമി കണ്ടക്ടർ രംഗത്ത് ഇന്ത്യ ലോകത്തിലെ ഒരു വൻ ശക്തിയാക്കി മാറിയ ശക്തിയായിട്ട് അടുത്ത വർഷങ്ങളിൽ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ CG പവറിന് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നുള്ള കാര്യം വളരെ വളരെ തീർച്ചയാണ്. അതോടൊപ്പം തന്നെ റെയിൽവേ മിനിസ്റ്റർ ഇന്നത്തെ പ്രസ്താവന വന്നിരിക്കുന്നത് റെയിൽവേസ് അടുത്ത വർഷങ്ങളിൽ 1000 പുതിയ അമൃത് ഭാരത് ട്രെയിൻസ് ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. വളരെ മോഡേൺ ഫെസിലിറ്റി ഉള്ള ട്രെയിനുകളാണ്. അതോടൊപ്പം തന്നെ 500 വന്ദേ ഭാരത് ട്രെയിനുകളും ലോഞ്ച് ചെയ്യും. അതോടൊപ്പം തന്നെ 5 വർഷത്തിനുള്ളിൽ വന്ദേ ഭാരത് ട്രെയിനും എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉണ്ടാക്കുന്ന ബെമൽ, അതുപോലെ തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ടെക്സ്മാക്കോ റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് റെയിൽവേ സെക്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഹിൻഡാൽക്കോ, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ലോങ് ടൈമിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് റെയിൽവേ മിനിസ്റ്ററുടെ ടോക്കിൽ നിന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ കടലിനടിയിൽ കൂടെ 21 കിലോമീറ്റർ കടന്നു പോകുന്നുണ്ട്. പ്യുവർലി കടലിനടിയിൽ കൂടെ 9.7 കിലോമീറ്റർ ആണ്. 54 മീറ്റർ സർഫസിൽ നിന്ന് താഴെയാണ് പോകുന്നത്. ലോകത്തിലെ 5 രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ കടലിനടിയിൽ കൂടെ ബുള്ളറ്റ് ട്രെയിൻ കടന്നു പോകുന്ന ടണലുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. LNT ഉണ്ട്, ടാറ്റ പ്രൊജക്റ്റ് ഉണ്ട്, ജാപ്പനീസ് കമ്പനികളൊക്കെയാണ് ഇതിൻ്റെ കൊളാബറേറ്റേഴ്സ്. ഈ ന്യൂസും വളരെ പോസിറ്റീവാണ് റെയിൽവേ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഗവൺമെൻറ് വീണ്ടും വലിയ രീതിയിലുള്ള റിഫോംസ് തന്നെയാണ് റെയിൽവേയിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് റിയാക്ഷനിൽ അറ്റ്ലീസ്റ്റ് റീബൗണ്ട് ചെയ്യാനുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ റിക്കവറി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ളത് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് പല ന്യൂസ് റോസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെൻറ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനൗൺസ് ചെയ്തിട്ടുള്ള PM സൂര്യ യോജന, അതായത് ഹൗസ് ഹോൾഡിന് സോളാർ ഇൻസ്റ്റലേഷൻ നടത്താനുള്ള ഒരു സ്കീമാണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് 60% സബ്സിഡി ഓഫർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന സബ്സിഡി 40% ആയിരുന്നു. അപ്പോൾ ഈ റിലേറ്റഡ് രംഗത്തുള്ള കമ്പനികളുണ്ട്. വാരി റിന്യൂവബിൾ ടെക്നോളജി, അതുപോലെ തന്നെ ടാറ്റ പവർ, ജെൻസോൾ എഞ്ചിനീയറിങ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഓൾറെഡി നല്ല രീതിയിൽ ഈ സ്റ്റോക്കുകളൊക്കെ മുന്നേറി കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ IRDA ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് സംബന്ധിച്ചുള്ള ഡാറ്റയൊക്കെ പുറത്തുവിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുള്ളത് മാക്സ് ലൈഫ്, അതുപോലെ കഴിഞ്ഞാൽ HDC ലൈഫൊക്കെയാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾക്കും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലൊന്ന് കണ്ണുവയ്ക്കുന്നത് നന്നായിരിക്കും. നല്ല രീതിയിൽ ഒരു പക്ഷേ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. കാരണം ക്ലെയിം സെറ്റിൽമെൻറ്റ് നല്ല പെർസെൻറ്റേജ് ഉള്ള കമ്പനികളിലാണ് സാധാരണ ഇൻവെസ്റ്റ്
ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതുപോലെ തന്നെ ടോറൻ പവർ പവർ സെക്ടർ രംഗത്തെ പ്രമുഖ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ധാരാളം പുതിയ ഓർഡേഴ്സൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സെഗ്മെൻറ്റിൽ നിന്നും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പല പ്രൊജക്റ്റുകളിൽ നിന്നുള്ള പല ഓർഡേഴ്സും പവർ സപ്ലൈക്ക് ടോറൻ പവറിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ടോറൻ പവറിനെ സംബന്ധിച്ചും അതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഷാലേറ്റ് ഹോട്ടൽസ് രഹേജ ഗ്രൂപ്പിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ്. ധാരാളം ബ്രാൻഡുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ മരിയറ്റ് പ്രോപ്പർട്ടിയും കൂടി അക്വയർ ചെയ്തിരിക്കുകയാണ് അരാവലിയിലുള്ളത്. പോസിറ്റീവ് ന്യൂസാണ് ഷാലേറ്റ് ഹോട്ടലിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കോസ്മിക് CRF ലിമിറ്റഡ് റെയിൽവേ വാഗനുകൾക്ക് സ്റ്റീൽ സ്ട്രക്ചർ കൊടുക്കുന്ന കമ്പനിയാണ്. അത് സെയിലിൻ്റെയും ടിറ്റഗറേറിയും ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട് ബംഗാളിൽ. ആ കമ്പനിയിൽ നിന്ന് 11.15 കോടി രൂപയുടെ ഓർഡർ ഉണ്ട്. 3 മാസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഓർഡറുകളാണ്. റെയിൽവേ സെക്ടർ രംഗത്ത് നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ട് സ്റ്റോക്കും കൂടിയാണ്. നല്ല രീതിയിൽ അപ്രീസിയേഷൻ വന്നിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ സ്ലൈറ്റ്ലി പോസിറ്റീവാണ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നിരിക്കുന്നത്. നമ്മൾ ജാപ്പനീസ് മാർക്കറ്റിൻ്റെ വലിയ റാലിനെ കുറിച്ച് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ജാപ്പനീസ് കമ്പനികൾ പലതും ഇന്ത്യയിലും ഉണ്ട്. ആ കമ്പനികളിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഒരു അപ്രീസിയേഷനൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. മാർക്കറ്റിൽ ഒരു ലൈം ലൈറ്റിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഹോണ്ട ഇന്ത്യ പവർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ സുമിത്താമോ കെമിക്കൽസ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാരുതി, അതുപോലെ തന്നെ നിപ്പൻ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട്. പാനാസോണിക് എനർജി ഉണ്ട്. പാനാസോണിക് കാർബൺ ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്. വേറെയും ധാരാളം കമ്പനികളുണ്ട്. ഞാൻ മേജറായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടാൻ ചാൻസസ്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അപ്രീസിയേഷൻ കിട്ടാൻ ചാൻസ് മാരുതിയാണ്. മാരുതി അവരുടെ പുതിയ വണ്ടികൾ വരുന്നത്, ഹൈബ്രിഡ് വണ്ടി വരുന്നത് ഇപ്പോൾ ജാപ്പനീസ് ടെക്നോളജിയിൽ ടയോട്ടയുടെ ടെക്നോളജിയാണ്. സീരീസ് പാരലൽ ഹൈബ്രിഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. സീരീസ് ടെക്നോളജി മാത്രമായിട്ട് ഹൈബ്രിഡ് ടെക്നോളജി മാരുതി ലോഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ വണ്ടികൾക്ക് മൈലേജ് കൂടുതൽ കിട്ടാം. അപ്പോൾ മാരുതി ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന കാറുകളൊക്കെ 35-40 കിലോമീറ്റർ പെർ പെട്രോളിൽ മൈലേജ് ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ മാരുതിനെ സംബന്ധിച്ച് പോസിറ്റീവ്. അതോടൊപ്പം തന്നെ ജാപ്പനീസ് റാലിയും മാരുതിക്ക്, അല്ലെങ്കിൽ ജാപ്പനീസ് കമ്പനികൾ ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുള്ള ജാപ്പനീസ് കമ്പനികൾ പാരൻ്റ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചും ഈ ന്യൂസുകളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസുകളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് IPO രംഗത്ത് നോക്കാം. ഈ ആഴ്ച നമ്മൾ IPOയിൽ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു മുഖ പ്രോട്ടീൻസ് ലിമിറ്റഡ്. അത് തിങ്കളാഴ്ച അവസാനിക്കും. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് തിങ്കളാഴ്ച മുഖ പ്രോട്ടീൻസ് ലിമിറ്റഡിൽ അപ്ലൈ ചെയ്യാം. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടും. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ ഓപ്പൺ ചെയ്യുന്ന 2 IPOs ഉണ്ട്. ശ്രീ കാർണി ഫാബ്രിക്കോം ലിമിറ്റഡ് ആണ്, നല്ലൊരു IPO ആണ്. NSE SME IPO ആണ്. അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPO ഉണ്ട്. ഗോപാൽ സ്നാക്സ് ഉണ്ട്. 401 രൂപയാണ് എൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ്, 1 രൂപയാണ് ഫേസ് വാല്യൂ. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ശ്രീ കാർണി ഫാബ്രിക്കോമിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത് 227 രൂപ പെർ ഷെയർ ആണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു IPO ആണ്. NSE SME സെഗ്മെൻറ്റിൽ വന്നു വരുന്ന ഈ IPO. 2 IPOസും 6 മാർച്ചിന് ആരംഭിച്ച് 11 മാർച്ചിനാണ് അവസാനിക്കുന്നത്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ 3 IPOകൾ, ഒന്ന് മുക്ക പ്രോട്ടീൻസ്, അതുപോലെ ശ്രീ കാർണി ഫാബ്രിക്കോം ലിമിറ്റഡ്, അതുപോലെ തന്നെ ഗോപാൽ സ്നാക്സ്, അടുത്ത ആഴ്ചയിൽ വരുന്ന ഈ IPOകളും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസൊക്കെ പോസിറ്റീവൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടത്, നമ്മുടെ മാർക്കറ്റ് നല്ല പ്രീമിയത്തിലാണ് മറ്റ് മാർക്കറ്റുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് ഒരു കോസ്റ്റ് ഫോർ കൺസേൺ തന്നെയാണ്. നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4.75 ട്രില്യൺ US$ വന്നിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും മാർക്കറ്റ് പീക്കിൽ വരുമ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗ്ലോബലി എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്ന് വലിയ രീതിയിലുള്ള മാർക്കറ്റ് ക്രാഷൊക്കെ ഗ്ലോബലി വന്നാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യണം. ധാരാളം ന്യൂസ് ഫ്ലോസൊക്കെ വരാം.
നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരാം. അതിനനുസരിച്ച് വൊളാട്ടിലിറ്റി ഒക്കെ മാർക്കറ്റിൽ വരാം. ഈ വൊളാട്ടിലിറ്റിയിൽ പതറാതെ നല്ല ഡിസിഷൻ എടുത്ത് നിൽക്കണമെങ്കിൽ ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റ് എടുത്ത് ഒരു ക്യാഷ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. എലക്ഷൻ ഡേറ്റുകൾ അനൗൺസ് ചെയ്യും. അതിനനുസരിച്ച് ഒരു പക്ഷേ നമുക്കൊരു പ്രീ ഇലക്ഷൻ റാലി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് ഒരു പക്ഷേ നിഫ്റ്റി 22,800, 23,000, 23,200 ലെവലിലേക്കൊക്കെ അടുത്ത ആഴ്ചകളിൽ ഉയർന്നേക്കാം. പക്ഷേ ഹയർ വൊളാട്ടിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കീപ്പ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ആഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്ത പ്രീമിയം പിക്കുകളുണ്ട്. ഒന്ന് കല്യാണി സ്റ്റീലാണ്, നല്ല ഗെയിനാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തത്. അതുപോലെ സുവൻ ഫാർമസ്യൂട്ടിക്കലുണ്ട്, എക്സലൻറ്റ് റിസൾട്ട് ഗെയിനാണ് 2-3 ദിവസത്തിനുള്ള നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂനിപ്പർ ഹോട്ടൽസ്, അതും നല്ല ഗെയിനാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നൈബ് ലിമിറ്റഡ് ഡിഫൻസ് രംഗത്തുള്ളൊരു സ്റ്റോക്കാണ് നമ്മുടെ പ്രീമിയം ബുക്കുകളൊന്നായിരുന്നു. എക്സലൻറ്റ് റിട്ടേൺ ആണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രീമിയം ബുക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങി കീപ്പ് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷനായിരിക്കും. ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളത്തെ മാർക്കറ്റ് ആക്ടിവിറ്റീസ് അനലൈസ് ചെയ്തുകൊണ്ടും നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കുറേയൊക്കെ ക്യാഷ് പൊസിഷനിൽ നിൽക്കുക. മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ നമുക്ക് റീ എൻട്രി ചെയ്യാൻ സാധിക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.